ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഫെയിൽ ആയിരിക്കുകയാണ് ഗൈസ്. മൊത്തം കരിഞ്ഞു പോയി. ഞങ്ങൾ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ കുക്കിംഗ് വീഡിയോയ്ക്ക് കുറച്ച് സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കസിൻസ് ഒക്കെ കൂടെ കാണും. ഇന്ന് ഞങ്ങൾ ഒരു ഔട്ട്ഡോർ ആണ് കുക്കിംഗ് സെറ്റ് ആക്കുന്നത്. അപ്പൊ ഇന്നത്തെ കുക്ക് ചെയ്യുന്നത് എവനാണ്. ഞാൻ വാസു ശിവൻ. നമ്മളിന്ന് ഒരു പോത്ത് കറിയാണ് വയ്ക്കാൻ പോകുന്നത്. ഇഷ്ടംപോലെ വെച്ചിട്ടുണ്ട്. ഇന്ന് സ്പെഷ്യലാണ്. അടുത്തിടെ കണ്ടു വാങ്ങിയ പോത്താണ്. ആ പോത്തിന്റെ കറി എനിക്ക് വേണമെന്ന് പറഞ്ഞ് വാങ്ങിയ പോത്താണ്. അതാ ആ പോത്തിനാണ് നമ്മളിന്ന് കറി വയ്ക്കാൻ പോകുന്നത്. വാസിൽ കുക്ക് ചെയ്യുന്ന ഫുഡ് ഞങ്ങൾ കഴിച്ചിട്ടില്ല ഇതുവരെ. പക്ഷെ കഴിച്ച ഒരാള് ദാ ഇരിപ്പുണ്ട്. ഫുഡൊക്കെ അടിപൊളിയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ അവരൊരു അവസരം കൊടുക്കാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ടില്ലേ എടുത്ത് നമുക്ക് അടുപ്പിൽ വെക്കും. നമ്മൾ ഇഷ്ടപ്പെടില്ല ഞാൻ തിന്നോളാടേ. അല്ല, ഇഷ്ടപ്പെട്ടില്ലേ നമ്മൾ ഈ പോത്തിനെ അങ്ങ് അറിയാം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. വാങ്ങിയ എങ്ങനെ കിലോ എങ്ങനെ സ്ഥിരം വാങ്ങണോണ്ട് എല്ലും ലിവറും കൊഴുപ്പും എല്ലാം കൂടെ 2 കിലോ ഉണ്ട്. 1.5 കിലോ ആണ് വാങ്ങിയത്. പക്ഷെ 2 കിലോയോളം ഉണ്ട്. കമ്മീഷൻ മാറ്റിയിട്ട് പറയണം. നിന്റെ കമ്മീഷൻ മാറ്റിട്ട് പറയണം. ഇത് മറ്റേ വാരിയുടെ പീസാണ്, മനസ്സിലായോ? കേട്ടിട്ടില്ലേ? വാരിയല്ലേ? അതിന്റെ പീസാണ്. ഇതിങ്ങനെ വെന്ത് വരുമ്പോ ഇങ്ങനെ ഓയിൽ അറിയുന്ന ഇങ്ങനെ വരും. ഗ്യാസ് പറയാമോ? ഇവിടെ വയ്ക്കണം. സ്ലാബിന്റെ പുറത്ത് വെച്ചാൽ പോലെ ഹൈറ്റ് കുറവ് ചേട്ടാ. സ്ലാബിന്റെ പുറത്ത് എന്നെ തറയില്ലേ? തറയിൽ വേണ്ട ചേട്ടാ. പോയി തറയിൽ ഇങ്ങനെ അമ്മച്ചിമാരല്ലേ. അങ്ങനെ പെരട്ടാണോ ഫ്രൈ ആണോ? നമുക്കിത് പെരട്ടും അല്ല ഫ്രൈയും അല്ല. അതിന്റെ ഇടയ്ക്ക് രീതിയിൽ എങ്ങനെ വരും അങ്ങനെ അങ്ങ് ആകും. എന്തിനാണ് അടച്ചു വെക്കുന്നത്? ബംഗാളിയാണ് പൈസ കൊടുക്കുന്നത്. വന്നിട്ട് കഴിച്ചിട്ട് പോകും. ബംഗാളികളോട് ഗ്യാസിലല്ല, നമ്മൾ അടുപ്പങ്ങാട് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇതാണ് അവരുടെ വീട്, ഞങ്ങളുടെ കസിന്റെ വീടാണ്. അപ്പം വീടിനോട് ചേർന്നത് ഈ ഒരു സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഞങ്ങള് ഇവിടെ ഞങ്ങള് ചെയ്യാന്നാണ് വിചാരിച്ചത്. പക്ഷെ വെയിലായത് കൊണ്ട് ഞങ്ങൾ നേരെ ഈ ഒരു ഷെഡിന്റെ അകത്തോട്ട് മാറ്റി. കുക്കിങ്ങിന്റെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അടുപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്രശാന്താണ് അടുപ്പ് കൂട്ടുന്നത്. ഓക്കെ, ദക്ഷിണ വെച്ചിട്ട് തന്നെ പ്രശ്നമാകുന്നില്ലല്ലോ. നമ്മൾ ആദ്യം എണ്ണ ഒഴിക്കാൻ പോകും. അത് നമ്മള് ശകത്തെ ഇട്ടിരിക്കാൻ പോകും. എണ്ണ ഇടണം 10 എണ്ണം. 1 2 3 2 ഓക്കെ. ചതച്ച വറ്റൽ മുളക് നമുക്ക് ഇതിലിടാം. ഇത് ഇതാ വീഡിയോയിൽ വരല്ലേ? ആരും അറിയില്ല മല്ലയ്യ. ഇവിടെ കൂട്ട ചോയാണ്. ഇത് സംഭവം പറ്റിയെന്തറിയാമോ? ഇത് കൂടുതൽ കരിഞ്ഞു. അയ്യോ, ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഫെയിൽ ആയിരിക്കുകയാണ് ഗൈസ്. മൊത്തം കരിഞ്ഞു പോയി. ഇത് സംഭവം കൂടുതൽ കരിയാൻ കാരണം തീ കൂടി പോയാ? കരിയാൻ കാരണം ഈ ശർക്കര തീ കൂട്ടി വെച്ച്. ഫസ്റ്റ് അറ്റംപ്റ്റ് ഫ്ലോപ്പ് ആയിരിക്കുകയാണ്. തീ കൂടി പോയി എന്നാണ് പറയണത് ഇപ്പൊ. സെക്കൻഡ് അറ്റംപ്റ്റ് ആണ്. അടുത്ത് വീണ്ടും എണ്ണ ഒഴിക്കണുണ്ട്. 1 തൊട്ടാ 3 തീ വേണ്ട. അപ്പൊ ഇനിയും കരിയുന്നു. രണ്ടാമത്തതും കരിയുന്നാണ് അങ്ങനെയാണ് ശാസ്ത്രം. സംഭവം ഇങ്ങനെ കടു വിട്ടത് ശരിയായില്ല. ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, അടുത്തത് ആ കടു ഇടണേ. ഇട്ട് പൊട്ടിച്ചോ. വേണ്ട. അങ്ങനെ
മല്ലിപ്പൊടി ഓക്കെ, ഇതാ മല്ലിപ്പൊടി ഇടുകയാണ്. ഇതാ ഒരു അര തവി ഇട്ടിട്ടുണ്ട്. ഒരു പാത്രം വെള്ളം കൊണ്ടുവരിക. ഒരു പാത്രം വെള്ളവും മസാല പൊട്ടിയെടുത്തുള്ള ചെറിയ രീതിയിൽ ചുമ വന്നു തുടങ്ങി. ഇത് കുറച്ച് ബ്ലാക്കിഷ് ആണ്. നമുക്ക് പോത്ത് കിട്ടോ? എനിക്കറിയാം. തരൂല, പീസ് തിന്നാൻ തരില്ല. തരൂല്ലെന്ന് അങ്ങനെയല്ല പറയേണ്ടത്. തരില്ല, അല്ലെങ്കിൽ തരത്തില്ല. കഴിക്കാൻ കൊള്ളാമോ ഇത്? ചെവിയും കട്ടൂടാ, കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് യാതൊരു ജില്ല. കൊച്ചുള്ളിയും സവാള ഇട്ടിട്ടുണ്ട് അല്ലേ? അതിന്റെ കൂടെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കാണാൻ കൊള്ളാം കേട്ടോ. അത് തോന്നണ്ട. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. തീ കൂടി ഞാൻ അപ്പഴേ പറഞ്ഞു ഇവന്റെ തീ കൂടി കുഴപ്പമില്ല ബ്രോ. ഒന്നുകൂടെ ഉള്ളി തൊലിക്കണമെന്നല്ലേ? ചൂട് കയറിയാ ഇത് കറി മസാല എപ്പോഴും നമുക്ക് വളരെ കുറച്ച് മതി. കാരണം നമ്മൾ ബ്ലാക്കിഷ് ആയിട്ടിരിക്കുന്ന പോത്ത് കറിയാണ് വെക്കാൻ പോകുന്നത്. നീ ഇങ്ങനെ എന്നാണ് രണ്ട് കൈയൊക്കെ കൊണ്ട് ഇതിനെ കുക്ക് ചെയ്യണം? ഞാൻ ഒറ്റ കൈ കൊണ്ട് കുക്ക് ചെയ്യാറുണ്ട്. നമുക്ക് ഒറ്റ കൈയാണ് പവർ. ഭയ്യ പോത്തിലേക്ക് ആവോ? ഭയ്യ ജൽദി ഭയ്യ. ഉപ്പ് നമുക്ക് ഇത്രയും മതി ഗായ്സ്. നമുക്ക് വേണമെങ്കിൽ നോക്കി ഇടാം. കാരണം ഉപ്പ് കുറഞ്ഞു പോയാൽ കുഴപ്പമില്ല, കൂടിപ്പോയാൽ നമുക്ക് ഇനി അടച്ചു വയ്ക്കാം. കുറച്ച് ഇളക്കണ്ടേ വേണ്ട ഗൈസ്, ഇനി ഇളക്കിയാ പൊടിഞ്ഞു. അതാണ് തീ കത്തിച്ച് കൊടുത്താൽ മതി. നമുക്ക് തീ കത്തിച്ചു കൊടുക്കണമല്ലോ. എന്നിട്ട് കണ്ട എല്ലാം ഇവിടെ വന്ന് പെറ്റി കിടക്കുന്നു. ഐ മീൻ വെയിറ്റ് ചെയ്യുന്നു. പാവം ചെറുക്കം മാത്രമുണ്ട്. അതിട്ട് എന്തോ ശരിയാവും. ഇത് ശരിയാവും, ആക്കണം, അതിലാണ് കഴിവ്. വേണം കറക്റ്റാണ്. ചെറുക്കന് കൊതിയായെന്ന് തോന്നുന്നു ഗൈസ്. എങ്ങനെയുണ്ടാ? ഇഷ്ടപ്പെട്ടാ? സത്യം പറഞ്ഞ ഈ ബ്ലാക്ക് കളറിൽ ഈ പോക്ക് വെക്കാൻ വേണ്ടി എനിക്ക് പറഞ്ഞു തന്നത് എന്റെ സാറാണ്. എന്റെ സുധി സാറാണ് എനിക്കിത് പറഞ്ഞു തന്നത്. എന്റെ MD സുധി സാർ. ക്രെഡിറ്റ്സ് ഗോസ് ടു മൈ സുധി സാർ. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നു. ഇനി നമ്മളൊരു സാധനം ഇടണം, കുറച്ച് കൊത്തമല്ലിയും കറിവേപ്പിലയും. അത് തന്നെ, കൊത്തമല്ലിയും കറിവേപ്പിലയും ഇടണം. സാധനം കിട്ടി. നമുക്ക് തുറന്നു നോക്കാം. നമ്മുടെ പോത്ത് കറി റെഡിയായെന്ന് തോന്നുന്നു. അതിന്റെ ജ്യൂസി ആയിട്ട് വരുന്നതെന്തോ ആ ഓയിലൊക്കെ, പിന്നെ നെയ്യൊക്കെ ജ്യൂസി ആയി കണ്ടോ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? സംഭവം കലക്കിയിട്ടുണ്ട്. രണ്ടുപേരും കൂടെ പീസ് കഴിച്ച് എങ്ങനെയുണ്ട് ഗൈസ്? ചൂട് റബ്ബറിന്റെ എന്തോ ആണെന്ന്. റബ്ബർ വെച്ചാൻ പോലെ ആരോ എങ്ങനെയുണ്ട്? അടിപൊളി. ഏത് നീ തന്നെ അഭിപ്രായം പറയാം. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. കരിക്കണ ഇത് തന്നെയാണ്. ഒരിക്കലല്ല, ഇത് കഴിച്ചിട്ട് കരിഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ ഇനിയും വെക്കും. ശരിയാവുന്നത് വരെ വെക്കും. സർവ് ചെയ്യാൻ പോകുന്നത് നമുക്കിതിൽ കുറച്ച് ഗാർണിഷ് ചെയ്തല്ല. ചേച്ചിമാരെന്തൊക്കെ കട്ട് ചെയ്തോണ്ടോ നമുക്ക് വച്ചളയാ. സവാള ഗിരി എന്തോ സ്പ്രിംഗ് ഓണിയനാ? ഇത് രമ്യ ചേച്ചി കട്ട് ചെയ്തത് ആര് ചേച്ചി വെക്കുന്നു. ഉയരം കൂടുന്തോറും പോത്തിന്റെ ടേസ്റ്റ് കൂടും.
പറപ്പുറത്ത് കയറി അവിടെ ഇരുന്ന് കഴിക്കാം. Wow, guys. ഇവിടെ വെച്ച് 3 വെക്കണമെന്നാണ് ശാസ്ത്രം. അല്ല ഈ ഗാർണിഷ് ചെയ്യണത് ഒട്ടും ആർട്ടിഫിഷ്യൽ അല്ല. കുറച്ച് ഇതൊക്കെ ഇങ്ങനെ വച്ചിട്ട് കൊള്ളാം guys. എങ്ങനെയുണ്ട് പ്രശാന്ത്? പയ്യൻ നല്ല വൈപ്പാണെന്ന് മനസ്സിലായി guys. നല്ല വൈപ്പാണ് പയ്യൻ. സൂപ്പർ ഗൈസ്. പയ്യൻ ഒരേ പൊളി. സ്വർഗം മാമാ സ്വർഗം. കഴിവുണ്ട് പയ്യന്. വലിക്കാനാകുമ്പോഴേ അറിയാം.